നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുകയാണ്. നോമ്പിനും ക്ലിനിക്കൊക്കെ ഉണ്ടായിരുന്നു. നോമ്പിൻ്റെ മുൻപേ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു, ക്ലിനിക്ക് വേണ്ട, കൺസൾട്ടേഷൻ ഒന്ന് മാറ്റി വയ്ക്കാം, പൂർണ്ണമായും നോമ്പിനും മക്കൾക്കും വേണ്ടിയിട്ട് വീട്ടിലിരിക്കാം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ നോമ്പിനും ഒരുപാട് പേര് പ്രയാസങ്ങളൊക്കെ ആയിട്ട് വന്ന സമയത്ത് ക്ലിനിക്ക് പലപ്പോഴും ഓപ്പൺ ആക്കേണ്ടി വന്നു, ക്ലിനിക്കിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ ദിവസം, പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ് ചെയ്തത്. കാരണം പഴയതിനേക്കാളും പേഷ്യൻസ് നിറഞ്ഞു നിൽക്കുകയാണ് ക്ലിനിക്കിൻ്റെ ഉള്ളിൽ. സാധാരണഗതിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിയണുണ്ടല്ലോ അല്ലേ? ഇങ്ങോട്ടേക്ക് ക്ലാസ്സിന് വരുമ്പോഴേ, കാസർഗോഡ് ഒരു 3-4 വർഷം മുൻപാണ് ആദ്യത്തെ ക്ലാസ് കാസർഗോഡ് ചെയ്യണത്. ആ സമയത്ത് ട്രെയിനിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇക്കാൻ്റെ അടുത്ത്, നൗഷാദക്കാരുടെ അടുത്ത് ചോദിച്ചു, അല്ല നൗഷാക്ക, നമ്മൾ മലപ്പുറത്താണല്ലോ, പോണത് കാസർഗോട്ടേക്കാണ്. അപ്പം എത്ര പറഞ്ഞാലും അറിയാണ്ട് നമ്മുടെ സ്വതചിത്തമായ ആ ഒരു ശൈലി കടന്നുകൂടി വരുമല്ലോ സംസാരത്തിൽ. നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ, നിങ്ങളിൽ ഒരാളായി മാറി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സംസാര ശൈലിയിലെത്തും. ഞാൻ പറയണത് കാസർഗോട്ടർക്ക് തിരിയുമോയെന്ന് ചോദിച്ചു. അപ്പോൾ നൗഷാദൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നുകിൽ അവർക്ക് തിരിയും അല്ലെങ്കിൽ ഒരു നട്ടം തിരിയുമെന്ന്. നിങ്ങൾ നട്ടം തിരിയണില്ലല്ലോ അല്ലേ? മനസ്സിലാവണുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തുടരുകയാണ്. ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഞെട്ടിയ ആ കഥ എന്തുകൊണ്ടെന്നാണ് എന്ന് വെച്ചാൽ, പതിവിലും കവിഞ്ഞ പേഷ്യൻസാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഓരോ രോഗികൾക്ക് ഓരോ സമയം കൊടുത്ത് ആ സമയമാവുമ്പോഴാണ് അവരെത്തുക. കൗൺസിലിംഗ് ആണ്, ആ ദിവസം കൗൺസിലിങ്ങിനായിരുന്നു മാറ്റിവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടതുള്ളത് കാരണം രോഗികൾക്ക് അതാത് സമയം വിളിച്ച് പറയും, ആ സമയത്തേക്കാണ് അവരെത്തുക. അന്ന് ചെന്ന സമയത്ത് തന്നെ അവിടെ നിറഞ്ഞിരിക്കുകയാണ്, വെയിറ്റിംഗ് റൂം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം, ആ ഒരൊറ്റ ദിവസം 9 ആത്മഹത്യാ ശ്രമ കേസുകളാണ് എൻ്റെ മുൻപിൽ വന്നത്. 9 ആത്മഹത്യക്ക് ശ്രമിച്ച ആളുകളാണ് എൻ്റെ മുൻപിൽ വന്നത്. അതിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്. ഈ 9 പേരും ആത്മഹത്യക്ക് ശ്രമിച്ചവരാണ്, ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. ബാക്കിയുള്ളവരിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്, അതിൻ്റെ വക്കിലെത്തി നിന്നവരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും അള്ളാഹു കാണുന്നുണ്ട്, തക്കതായ ശിക്ഷ എനിക്ക് ലഭിക്കുമെന്ന ഭയം കാരണം അതിൽ നിന്ന് വിട്ടുനിന്നവരുണ്ട്. എന്നിരുന്നാലും പടച്ച തമ്പുരാൻ സമ്മാനമായി നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ, ആ ജീവനെ സ്വയം ഇല്ലാതെയാക്കുക എന്ന് പറയുന്ന ആ ഒരു നീച പ്രവൃത്തിയിലേക്ക് നാളെ പരലോകത്ത് ഒരിക്കലും അവസാനിക്കാത്ത രൂപത്തിൽ അതേ രൂപത്തിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന ധാരണയുണ്ടായിട്ട് പോലും അതിലേക്ക് പിന്നെയും ഇങ്ങനെ ആയിത്തീരണമെങ്കിൽ ആ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ ചിന്തിച്ച നിമിഷങ്ങളായിരുന്നു അത്. മറ്റൊരു അത്ഭുതം തോന്നിയത്, പുണ്യ റമളാൻ മാസം കഴിഞ്ഞ് അടുത്ത ദിവസമാണ്. പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും പെരുന്നാളിൻ്റെ സന്തോഷമൊക്കെ ഇങ്ങനെ അപ്പോഴും മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ദിവസമാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അത് ഒരു അത്ഭുതമായി ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു അപമാനമായി തോന്നിയത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ വന്നവരെല്ലാം നമ്മുടെ പോലെ ഔറത്തൊക്കെ മറച്ച്, മഫ്തിയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ മുഖമൊക്കെ മറച്ച് മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വന്ന മുസ്ലിംകളായിരുന്നു. അതിൽ മറ്റൊരു അത്ഭുതം, അവരെല്ലാവരും സ്ത്രീകളുമായിരുന്നു എന്നതാണ്. ഈ ഒരു ദുഃഖത്തിൽ ആഴ്ന്ന് ഈ ഒരു പ്രശ്നവുമായി മുന്നിൽ വന്നവരൊക്കെ സ്ത്രീകളായിരുന്നു. തികഞ്ഞ മതവിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. 10ാം ക്ലാസ് വരെയും +2 വരെയും അതിൽ കൂടുതലുമൊക്കെ പരിശുദ്ധ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വന്നവർ കൂടിയായിരുന്നു.
അത്ഭുതമാണ് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. എന്തുകൊണ്ട് എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ഇങ്ങനെ ഒന്ന് രണ്ട് പെൺകുട്ടികളെടുത്ത് ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. സ്വാഭാവികമായിട്ടും ചോദ്യം വരും, എന്തുകൊണ്ട്, എന്താണ് പ്രശ്നം, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത്? അതിൽ എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ, ചില ഉത്തരങ്ങൾ ഇങ്ങനെയായിരുന്നു. ഉമ്മ ചീത്ത പറഞ്ഞു, ഉമ്മ വഴക്ക് പറഞ്ഞു. സ്വാഭാവികമായി ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് തിരിച്ച്, ഉമ്മ ഇപ്പോൾ വഴക്ക് പറയാറില്ലേ? ഉണ്ട്, ഉമ്മ വഴക്കൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഇതുവരെ ചീത്ത പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല. ചില ഉത്തരങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്ന്, ചില ഉത്തരങ്ങൾ പരീക്ഷയ്ക്ക് എല്ലാത്തിനും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല എന്ന്. ചില ആളുകൾ പറയാറ് കൂട്ടുകാര് പറ്റിച്ചു, അല്ലെങ്കിൽ കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്ത് നമ്മളെ പുതിയ ജനറേഷനിലേക്ക് ഇറങ്ങി വന്ന് പറയുകയാണെങ്കിൽ ബെസ്റ്റി തേച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ബെസ്റ്റി തേച്ചു, നമ്മളൊക്കെ നാട്ടിലുള്ളൊരു ലാംഗ്വേജ്. എവിടെ അങ്ങനെ പറയുമോ? തേക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയോ? അതിലേക്കൊക്കെ നമ്മൾ വിശദമായിട്ട് വരികയാണ് കേട്ടോ. ഈ കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പറയുന്ന ഉത്തരങ്ങളാണിതൊക്കെ. അതിൽ പെട്ട എണ്ണിയാൽ ഒതുങ്ങാത്ത ആളുകൾ പറയുന്ന ഒരു കാരണമാണ് അമ്മായിമ്മ പ്രയാസപ്പെടുത്തിയെന്ന്. അമ്മായിമ്മ എടങ്ങേറാക്കി, അല്ലെങ്കിൽ അമ്മായിമ്മ പ്രയാസപ്പെടുത്തി, അമ്മായിമ്മ കഷ്ടപ്പെടുത്തി. ഈ കൂട്ടത്തിൽ വേറൊരു സന്തോഷം എന്താണെന്നറിയോ? അമ്മായിമ്മമാർ ഇതുവരെ കൈ മുറിച്ചിട്ട് വന്നിട്ടില്ല. ഒക്കെ മരുമക്കളാണ് വരാറുള്ളത്. മരുമക്കളാണ് കൈ മുറിച്ചിട്ടും അല്ലെങ്കിൽ കയറെടുത്തിട്ടും അല്ലെങ്കിൽ കത്തി എടുത്തിട്ടും അല്ലെങ്കിൽ എലിവിഷം കുടിച്ചിട്ടൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ട് വരാറുള്ളത്. എനിക്ക് തോന്നണു അമ്മായി ഉമ്മമാര് മരുമക്കളെക്കാളും കുറച്ചും കൂടെ ജീവിതം കണ്ടവരാണല്ലോ അല്ലേ? ഈ സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ ഇതിനേക്കാളും കഠോരമായ നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അതൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി ആ ഒരു അമ്മായി ഉമ്മ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നവരാ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കയ്പുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും ഞരമ്പ് തപ്പിപ്പിടിച്ച് മുറിക്കാൻ ഒരുങ്ങുണ്ടാവില്ല അല്ലേ? അതായിരിക്കും എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ആൻസർ. അതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കറക്റ്റ് ഞരമ്പ് എവിടെയാണെന്നറിയാം. ഇത് വെയിന് കട്ട് ചെയ്യണോ അതോ ആർട്ടറി കട്ട് ചെയ്യണോ എന്നൊക്കെ. ഞങ്ങളൊക്കെ മെഡിസിന് പഠിച്ച് തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് ഇത് ശരിക്കും മരണം സംഭവിക്കണമെങ്കിൽ ഏത് ആർട്ടറി കട്ടാവണം, ആ ആർട്ടറിയുടെ പേരടക്കമൊക്കെ പഠിച്ചത് മെഡിസിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ അറിയാം, എവിടെ കട്ട് ചെയ്യണമെന്ന് കറക്റ്റ് ഗൂഗിൾ നോക്കി ചെയ്തിട്ടാണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നത്. നോക്കൂ, നർമ്മം കലർത്തി നമ്മൾ ഇതൊക്കെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മുൻപിൽ വിചാരണയ്ക്ക് നിൽക്കുമെന്ന ചിന്തയിൽ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ആ ചിന്തയോടുകൂടി ജീവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് 2 സ്വർഗം ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ മുൻപിൽ വിചാരണ നേരിട്ടുകൊണ്ട് നാം ഓരോരുത്തരും നിൽക്കുമെന്ന ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, ആ ചിന്തയോടുകൂടി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് 2 സ്വർഗം ലഭിക്കും. നോക്കൂ, 2 സ്വർഗാണല്ലോ. ഏത് 2 സ്വർഗം? എന്തിനാ 2 സ്വർഗം? ഒന്ന് കുട്ടികൾക്ക് എഴുതി കൊടുക്കാനാ, വാടക കൊടുക്കാനോ? 2 സ്വർഗത്തെ പറ്റിയ പറയണതിൽ എവിടെ? അതിൽ ഒരു സ്വർഗം പരലോകത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ ആ സ്വർഗമാണ് എങ്കിൽ, 2ാമത്തെ സ്വർഗം ഈ ഭൂമി നമുക്ക് സമ്മാനിക്കുന്ന സ്വർഗമാണ്. ഈ ഭൂമിയിൽ നിന്നും ഇഹലോകത്ത് വെച്ച് നമുക്ക് ലഭിക്കുന്ന സ്വർഗമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ആ സ്വർഗത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരൊക്കെ വീടുകളിൽ നിന്നും വരുന്നവരാ. അവരൊക്കെ ഓരോരോ വീടുകളിൽ നിന്ന് വരുന്നവരാ. വരുന്നതോ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ബന്ധുക്കളുടെ കൂടെയാണ്. എത്രയേറെ വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, പരിഭവങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ആയിട്ട് മുന്നിൽ വരുമ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും
പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ ഇവർ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടെ വരാറുള്ളത് ഒരുപക്ഷെ അവരുടെ കൂട്ടുകാരല്ല, അവരുടെ നാട്ടുകാരോ സംഘടനക്കാരോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തകരോ ഒന്നുമല്ല. എപ്പോഴും തളർന്നു പോകുമ്പോൾ, തളരുകയാണ് എന്നറിയുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിഹാരത്തിനു വേണ്ടി നമ്മെ ഇങ്ങനെ ധൈര്യം പകർന്നു നൽകിക്കൊണ്ട് കൂടെ കൂട്ടി കൊണ്ടുവരാറുള്ളത് അത് കുടുംബങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വീട്, എന്താണ് വീട് എന്ന് പറഞ്ഞാൽ? വീട് എന്ന് വെച്ചാൽ എന്താ? ഹോം. വീട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഹോം എന്ന് വെച്ചാൽ എന്താ ചോദിക്കല്ലേ? ചിലർക്ക് ഇംഗ്ലീഷ് മാത്രമല്ല അറിയുള്ളൂ. ഹോം. അതങ്ങൾ എന്താ മുണ്ടാണ്ടിക്കണ്? ഞാൻ അങ്ങോട്ട് മലപ്പുറത്തുനിന്ന് വരിക, 4 മണിക്ക് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം അല്ലേ? നമുക്കൊരു ദീർഘയാത്രയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തലേദിവസം ഉറങ്ങുമോ? ഞാനാ കൂട്ടത്തില, ഉറങ്ങൂല, ഉറക്കം വരൂല. അങ്ങ് തിരിഞ്ഞു മറിഞ്ഞു കിടന്നിങ്ങനെ ആ ഒരു 4 മണിയാക്കി അങ്ങനെ എഴുന്നേറ്റ് വന്നതാ. അപ്പം ഞാനിവിടെ നിന്ന് കിടന്നുറങ്ങാൻ പാടുണ്ടാ? നിങ്ങൾ മുണ്ടിയിട്ടില്ലെങ്കിൽ ഞാനിവിടെ കിടന്നുറങ്ങും. നല്ല ഉറക്കക്ഷീണുണ്ട്. അപ്പം നിങ്ങൾ മിണ്ടണം. എന്താണ് ഹോം? ഹോം എന്ന് വെച്ചാൽ ഹോം ഈസ് എ ഹെവൻ ഓഫ് സേഫ്, അങ്ങനെ ഇംഗ്ലീഷുകാർ പറയണത്. ഹോം ഈസ് എ സേഫ് ഹെവൻ ആൻഡ് എ കംഫോർട്ട് സോൺ എന്ന് പറയണത്. ഇംഗ്ലീഷുകാർ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. അതായത് ഏറ്റവും സേഫായിട്ട്, ഏറ്റവും സുരക്ഷിതരായിട്ട് ഒരു മനുഷ്യൻ ഇരിക്കാൻ പറ്റുന്ന ഇടമാണ് ഹോം എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറബി ഭാഷയിലേക്ക് വരാം. അള്ളാഹു വീടിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് പരിശുദ്ധ ഖുർആനിൽ. വീടിനെ മസ്കൻ എന്നാണ് പറയുന്നത്. മസ്കൻ. എന്താ മസ്കൻ എന്ന് വെച്ചാൽ എന്താ? മസ്കൻ എന്ന് വെച്ചാൽ എന്താ? ആർക്കെങ്കിലും അറിയുമോ? ഇനിയാളെ ഇവിടെ സമ്മാനമൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ആൻസർ പറഞ്ഞോളി. എന്താ മസ്കൻ? ഞാൻ വന്നപ്പോൾ തന്നെ എന്നോട് കുറച്ച് ആൾക്കാർ ചോദ്യം ചോദിക്കരുത് ടോൾവള എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ അറിയാണ്ട് ചോദ്യങ്ങൾ വന്നും പോവും. മസ്കൻ എന്ന് വെച്ചാൽ ഭൂമിയിൽ ഏറ്റവും സമാധാനം ലഭിക്കുന്ന ഇടം എന്നാണ് അർത്ഥം. ഭൂമിയിൽ ഏറ്റവും സമാധാനം ലഭിക്കുന്ന, ഏറ്റവും സമാധാനം പ്രദാനം ചെയ്യുന്ന ഇടമാണ് മസ്കൻ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഓർക്കണം, ഈ പ്രയാസവും പരിഭവവും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഈ മസ്കനിൽ നിന്ന് വരുന്നവരാ. എന്തേ? മസ്കൻ നൽകുന്ന ഈ സമാധാനം എന്തുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല? ഈ മസ്കനിൽ ജീവിക്കുമ്പോഴും ഉമ്മ പറയണത് ഉപ്പാക്ക് പറ്റണില്ല, ഉമ്മ പറയുന്നത് മകൾക്ക് പറ്റുന്നില്ല, ഉപ്പ പറയണത് മോന് പിടിക്കണില്ല, അമ്മായിമ്മ പറയണത് മരുമോൾക്കും മരുമോള് പറയണത് അമ്മായിമ്മക്കും പറ്റണില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിനോ ഭർത്താവിൻ്റെ വാക്കുകൾ ഭാര്യക്കോ പിടിക്കാത്ത അവസ്ഥ. എപ്പോഴും ടെൻഷൻ, എപ്പോഴും പരിഭവങ്ങൾ, എപ്പോഴും കണ്ണുനീർ. നോക്കൂ, അള്ളാഹു നൽകുന്ന വാഗ്ദാനാണ് അല്ലേ? അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് നിങ്ങളുടെ മസ്കൻ എന്ന് പറയുന്നത്. ആ വീട് എത്ര വലിയ കൊട്ടാരമാണെങ്കിലും നോക്കൂ, പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നിൽ വരുന്നവരെ അവരുടെ നാട്ടിലെ ഏറ്റവും വലിയ ബംഗ്ലാവ് അവരുടെ വീടായിരിക്കാം, അവരുടെ നാട്ടിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ നിന്നായിരിക്കാം വരുന്നത്. ഒരുപക്ഷെ അവർ കയറി വരുന്നത് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ലക്ഷൂറിയസ് വാഹനങ്ങളിലായിരിക്കാം, ഏറ്റവും ആഡംബരം നിറഞ്ഞ വാഹനങ്ങളിലായിരിക്കാം വന്നിറങ്ങുന്നത്. പക്ഷേ ആ വീടുകൾ നൽകുന്ന സൗകര്യങ്ങൾ പലപ്പോഴും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ആ വാഹനങ്ങൾ നൽകുന്ന സുഖം പലപ്പോഴും അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ആ മസ്കൻ എന്ന് പറയുന്ന വാക്ക്, ആ അർത്ഥം, അതേ അർത്ഥത്തോടുകൂടി ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നാം ഓരോരുത്തരും വിശ്വസിക്കുക, അൽഹംദുലില്ലാഹ് പറയുക, ആ 2 സ്വർഗത്തിൻ്റെ അവകാശികൾ നാം തന്നെയാണ്. ഭൂമിയിലെ സ്വർഗം ലഭിക്കാതെ പരലോകത്ത് ലഭിക്കില്ല. ആ സ്വർഗത്തിന് അവകാശികളായി തീരുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ നെഞ്ചിൽ കൈവച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എൻ്റെ വീട് എൻ്റെ സ്വർഗമാണോ? വീടിൻ്റെ തൊട്ടരികിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങളോടുകൂടിയ, എല്ലാ ആഡംബരങ്ങളും നിറഞ്ഞ,
വലിയൊരു കൊട്ടാരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപക്ഷെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന, എൻ്റെ കണ്ണിന് കുളിരേകുന്ന ഒരുപാടേറെ ആളുകളുള്ള എൻ്റെ വീട് അതൊരു പക്ഷേ 4 ചുമരുകളും ഒരു മേൽക്കൂരയും മാത്രമുള്ള, സുഖലോലുപതകളോ ആഡംബരങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത, മഴയിൽ നിന്നും വെയിലിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കുക എന്ന ഒരു കർമ്മം മാത്രം പൂർത്തീകരിക്കുന്ന ഒരു ചെറുകുടിലായിരിക്കാം. പക്ഷേ തൊട്ടപ്പുറത്തുള്ള ആ ബംഗ്ലാവിനേക്കാളും ആ റിസോർട്ടിനേക്കാളും എനിക്ക് ആനന്ദം പകരുന്നത് എൻ്റെ ഈ കുടിൽ തന്നെയായിരിക്കും. അത് തീരുമാനിക്കുന്നത് മറ്റൊന്നുമല്ല, ബന്ധങ്ങളാണ്. ആ സൗകര്യവും ആ സമാധാനവും ആ സന്തോഷവും തീരുമാനിക്കുന്നത് മറ്റൊന്നുമല്ല, ബന്ധങ്ങളാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആദ്യ പിതാവ് ആദം നബി അലൈഹി അസ്സലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേളയിൽ കുടുംബ ബന്ധം അള്ളാഹുവിനോട് വന്ന് ചോദിക്കുകയാണ്, എന്നെ മുറിക്കുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്ന്. എന്നെ മുറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരവസരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ അവസരത്തിൽ അള്ളാഹു പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: നിന്നെ മുറിക്കുന്നവരുമായി ബന്ധം ഞാനും മുറിക്കും, നിന്നെ വിച്ഛേദിക്കുന്നവരുമായുള്ള ബന്ധം ഞാനും വിച്ഛേദിക്കും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും മുറിക്കപ്പെടുകയോ വിച്ഛേദിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്ന്. എത്ര വലിയ വാക്കാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. കുടുംബ ബന്ധം മുറിക്കുന്നവനുമായുള്ള ബന്ധം അള്ളാഹുവും മുറിക്കും. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവനുമായുള്ള ബന്ധം അള്ളാഹുവും മുറിക്കുമെന്ന് പറയുന്നതോടൊപ്പം വീണ്ടും പറയുകയാണ്, പ്രാർത്ഥന സ്വീകരിക്കാത്ത 3 പേരെ എണ്ണി പറയുന്നുണ്ട്. ആരുടെയൊക്കെ പ്രാർത്ഥനയാണ് സ്വീകരിക്കാതിരിക്കുക? നമുക്ക് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ സദാസമയം ഇബാദത്തുകൾ ചെയ്യുമ്പോഴും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നിയ്യത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യും. എന്തുകൊണ്ടാ? ആ നിയ്യത്തിനനുസരിച്ചാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമുള്ളത്. ഏറ്റവും നല്ല നിയ്യത്തോട് കൂടിയിട്ട് നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ നിയ്യത്ത്, ആ നിയ്യത്തിനാണ് പ്രതിഫലമുള്ളത് എന്ന ഉൾക്കാഴ്ചയോടുകൂടി നമ്മളിങ്ങനെ ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ ഉള്ളിലുള്ള ആഗ്രഹം എന്താ? ഞാൻ കഷ്ടപ്പെടുന്നതിന്, ഞാൻ ചെയ്യുന്ന ഇബാദത്തിന് തക്കതായ പ്രതിഫലം എനിക്ക് ലഭിക്കണമേ എന്ന പ്രാർത്ഥനയാണ്, ഉരുക്കമാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത്. എന്നാൽ ആ അവസ്ഥയിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന സ്വീകരിക്കാത്തവരിൽ എണ്ണപ്പെട്ട 1-ാമത്തെയാൾ നമസ്കരിക്കാത്തവനാണ്. നമസ്കരിക്കാത്തവന്റെ പ്രാർത്ഥന 5 നേരം നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം, അതതിൻ്റെ പൂർണ്ണതയോടുകൂടി നാം പൂർത്തീകരിക്കാത്തവളാണോ, പൂർത്തീകരിക്കാത്ത മനുഷ്യനാണോ, തീർച്ചയായും അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. കരളുരുകി തേടിയിട്ട് കാര്യമില്ല, അള്ളാഹുവിൻ്റെ മുൻപിൽ തേങ്ങി കരഞ്ഞിട്ട് കാര്യമില്ല. നമസ്കരിക്കാത്തവനാണ് എങ്കിൽ അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ 2-ാമതായി എണ്ണപ്പെടുകയാണ്. 2-ാമതായി ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ടത് കുടുംബ ബന്ധം മുറിച്ചവനെയാണ്, ബന്ധം വിച്ഛേദിച്ചവനെയാണ്. ചിന്തിക്കണല്ലേ, ഒരുപക്ഷെ നമ്മുടെ നോട്ടം കൊണ്ടാവാം, നമ്മുടെ ചില ചിന്തകൾ കൊണ്ടായിരിക്കാം, നമ്മുടെ ചില വാക്കുകൾ മാത്രമായിരിക്കാം, അറിഞ്ഞോ അറിയാതെയോ വെറുതെ എന്തെങ്കിലും പറയണമല്ലോ എന്ന ചിന്തയോടുകൂടി പറഞ്ഞു പോയ വാക്കുകളായിരിക്കാം. അവിടെ മുറിക്കപ്പെടുന്നത്, അവിടെ പിണങ്ങി അകലുന്നത്, അവിടെ തെറ്റി അകറ്റപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ ചേർത്ത് വെക്കേണ്ട ബന്ധങ്ങളാണ് എന്ന ചിന്ത പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിലേക്ക് നമ്മെ ഇകഴ്ത്തപ്പെടുകയാണ്. 3-ാമതായി എണ്ണിയത് ഹറാം പ്രവർത്തിക്കുന്നവനെയാണ്. ഹറാം പ്രവർത്തിക്കുകയും ഹറാം ഭക്ഷിക്കുകയും ചെയ്യുന്നവനെയാണ് പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ 3-ാമതായി എണ്ണിയത്. ഈ 3 പേരുടെ ഗണത്തിലും നാം ഓരോരുത്തരും ഉൾപ്പെടാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം
നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ സാമൂഹിക ജീവികളാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല അല്ലേ? ഇന്ന് രാവിലെ 4 മണി മുതൽ അൽഹംദുലില്ലാഹ് എത്രയേറെ ആളുകളെ കണ്ടുമുട്ടി. ഞാൻ എത്രയേറെ ആളുകളെ കണ്ടുമുട്ടി, എത്രയേറെ ആളുകളുമായി ഞാൻ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് തമ്പുരാൻ ഇനിയും ആയുസ് നൽകുകയാണ് എങ്കിൽ ഇനി എത്രയേറെ ആളുകളെ കണ്ടുമുട്ടേണ്ടതുണ്ട്, എത്ര ആളുകളുമായി മിണ്ടേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, പെരുമാറേണ്ടതുണ്ട്. അവിടെ ആർക്കെങ്കിലും ഞാൻ കാരണം ദുഃഖിക്കേണ്ടി വരികയാണ് എങ്കിൽ, ആരെങ്കിലും ഞാൻ കാരണം കണ്ണീരിൽ ആഴ്ന്നു പോവുകയാണ് എങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മിലേക്ക് വെളിച്ചം വീശുന്ന വചനങ്ങളുണ്ട്. നാം മനുഷ്യര്, എന്നോടും നിങ്ങളോടും കൂടെ പറയാം, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതില് സ്ത്രീയെയും പുരുഷനെയും എടുത്തുകൊണ്ട് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ പുരുഷന്മാര് ഭാര്യാസന്താനങ്ങളുടെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങളിൽ സ്ത്രീകൾ അവരുടെ ഭർതൃഗൃഹത്തിൻ്റെ അധിപകളാണ് എന്നാണ് പറയുന്നത്. ഈ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നാളെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് അണ്ടർലൈൻ കൊടുത്തുകൊണ്ട്, അടിവര ഇട്ടുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചെടുക്കേണ്ട വാക്കുകൾ. ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാവർക്കും. അവരിൽ നിക്ഷിപ്തമായ ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. എല്ലാവർക്കും ബാധ്യതകളുണ്ട്. പക്ഷേ ആ ബാധ്യതകളെ കുറിച്ച് നാളെ നാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ പൂർണ്ണമായും ഉത്തരം നൽകിക്കൊണ്ട് ആ ചോദ്യത്തിന് മുൻപിൽ ഫുൾ മാർക്ക് വാങ്ങി, ഫുൾ A+ വാങ്ങി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും ഉൾപ്പെടേണ്ടതുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ മസ്കൻ നമുക്ക് സമ്മാനിക്കുന്നത് ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ്. ആ ബന്ധങ്ങൾ എത്രയേറെ ഊഷ്മളമാണോ, എത്രയേറെ മനോഹരമായി നാം വിളക്കി ചേർക്കുന്നുണ്ടോ, അത്രയേറെ മനോഹരമായിരിക്കും ആ മസ്കൻ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ആ സമാധാനം ഉണ്ടല്ലോ. അത് ഈ ബന്ധങ്ങളിലാണ്, ഈ ബന്ധങ്ങളിലൂടെയാണ് നമ്മിലേക്ക് എത്തുന്നത് എന്ന ചിന്തയിലേക്കാണ് പരിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും ഇങ്ങനെ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നത്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്, ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം ഉള്ളത് എന്നല്ലേ. നമ്മളൊക്കെ പുണ്യ റമദാൻ മാസം കഴിഞ്ഞു പോയി. ഒരുപക്ഷെ 4, 5, 6, 7 തവണയൊക്കെ ഖത്തം പൂർത്തീകരിച്ചവരുണ്ടാവും. പരിശുദ്ധ ഖുർആൻ ഓതി തീർത്തവരുണ്ടായിരിക്കും. ഒരുപക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നോട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. മാസ്മരികമാണ് ഖുർആന്റെ വാക്യങ്ങൾ. ഒരു മനുഷ്യന് ജീവിച്ച് മരിക്കുന്നത് വരെയുള്ള, അൽഹംദുലില്ലാഹ് മരണശേഷവുമുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ച മാസ്മരികത നിറഞ്ഞ ഒരു കിതാബാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ മരിക്കുന്നതിൻ്റെ മുൻപേ ഒരു തവണയെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് നാം വായിക്കേണ്ടതുണ്ട്. ആ ഖുർആൻ വീണ്ടും വീണ്ടും നമ്മോട് ഉണർത്തുന്നുണ്ട്, ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമുള്ളത്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. 2-ാം അധ്യായത്തിൽ നമ്മെ ഉണർത്തുകയാണ്. ഭൂമിയിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. നിങ്ങളെ ഞാൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യന്മാരിൽ ഓരോ മനുഷ്യനോടും പറയുകയാണ്, നീ നിന്നെയും നിന്റെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും കാത്തു രക്ഷിക്കുക. നോക്കൂ, നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നെ, എൻ്റെ ദേഹത്തെ, എൻ്റെ ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നമസ്കരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ എൻ്റെ ഇബാദത്തുകളെല്ലാം എനിക്ക് വേണ്ടിയാണ്. ആ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗ പൂങ്കാവനം ആശ്ലേഷിക്കുമാറ് നീ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ കൂടെ പറയുകയാണ്, നീ ഒറ്റയ്ക്ക് പോവേണ്ടതില്ല. നേരത്തെ നാം ഓരോരുത്തരിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എങ്കിൽ
ആ ഉത്തരവാദിത്തങ്ങൾ ഇപ്രകാരമാണ് എന്ന് ഒരിക്കൽ കൂടി ഊന്നി പറയുകയാണ്. നീ ഒറ്റയ്ക്കല്ല സ്വർഗത്തിലേക്ക് രക്ഷപ്പെടേണ്ടത്. നീ നിന്നെയും നിന്റെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പം കുടുംബത്തെ കൂടി ഈ സ്വർഗ പൂങ്കാവനത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ആ മസ്കനിൻ്റെ മാധുര്യം, ആ മസ്കൻ നമ്മിലേക്ക് ഏകുന്ന ആ സമാധാനം നാം ഓരോരുത്തരും ആസ്വദിക്കുകയാണ്. നമുക്കറിയാം, പരമപ്രധാനമായ ഇബാദത്തുകളിൽ ഒന്ന് നമസ്കാരം തന്നെയാണ്, മറ്റൊന്ന് നോമ്പാണ്, മറ്റൊന്ന് സക്കാത്താണ്. ഈ തുടങ്ങിയ പ്രധാനപ്പെട്ട ഈ കർമ്മങ്ങളെക്കുറിച്ചൊന്നും ആധികാരികമായി അല്ലെങ്കിൽ കുറേയേറെ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഖുർആൻ വായിക്കുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ സക്കാത്തിനെ കുറിച്ചോ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ, നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കുറേയേറെ സന്ദർഭങ്ങളിൽ ഒരുപാടേറെ തവണ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ച്, മനുഷ്യന്മാർ പരസ്പരം മൂല്യങ്ങൾ, പരസ്പരം കൈമാറേണ്ട മൂല്യഗുണങ്ങളെക്കുറിച്ച്, അവർ പരസ്പരം ഇടപഴകേണ്ട രീതികളെക്കുറിച്ച്, അവർ പരസ്പരം പെരുമാറേണ്ട രീതികളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പിന്നെയും പിന്നെയും ഒരുപാടേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട്, കൂട്ടുകാർ തമ്മിൽ എങ്ങനെയാവണം, വീട്ടുകാർ തമ്മിൽ എങ്ങനെയാവണം, അയൽവക്കക്കാർ തമ്മിൽ എങ്ങനെയാവണം. ബാധ്യതകളാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. 2-ാം അധ്യായത്തിൽ 36-ാം വചനങ്ങൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രമുള്ള ആരാധനയോടൊപ്പമാണ് പ്രിയപ്പെട്ടവരെ ഉണർത്തുന്നത്, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്ന്. അള്ളാഹുവിനോട് ചേർത്തിട്ട് പറയാം, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. സ്ഥാനം ഓർത്തു നോക്കൂ, എവിടെയാണ് ഉമ്മയെയും ഉപ്പയെയും വച്ചിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തിൻ്റെ തൊട്ട് താഴെ അരികിലായി ചേർത്ത് വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും. ആ ഉമ്മയോടും ഉപ്പയോടും ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറുന്നുണ്ടോ ഞാൻ? ഇല്ലയോ? ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. ഖുർആനാണ് എന്നോട് പറയുന്നത്, പരിശുദ്ധ ഖുർആനാണ് എന്നോട് ഉണർത്തുന്നത്. എൻ്റെ ഉമ്മ ഞാൻ കാരണം കണ്ണുനീരിൽ ആഴ്ന്നു പോയിട്ടുണ്ടോ? എൻ്റെ ഉമ്മ ഒരിക്കലെങ്കിലും ഞാൻ കാരണം കണ്ണുനീര് കുടിച്ചിട്ടുണ്ടോ? എൻ്റെ ഉമ്മ ഒരിക്കലെങ്കിലും ഇവൾ എൻ്റെ വയറ്റിൽ ഉണ്ടായിപ്പോയല്ലോ എന്ന് ഗദ്ഗദം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ബാധ്യതയാണ് അരുതേ എന്നത്. ഒരിക്കലും എൻ്റെ ഉമ്മയും ഉപ്പയും ഞാൻ കാരണം ദുഃഖിക്കാൻ പാടില്ല, ഞാൻ കാരണം വ്യസനത്തിൽ ഏർപ്പെട്ടു പോവാൻ പാടില്ല, ഞാൻ കാരണം സങ്കടപ്പെടുവാൻ പാടില്ല. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതയാണ്. തീർന്നിട്ടില്ല. കൂടെ ഓരോ ബന്ധങ്ങളെയും എടുത്തു പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും മനോഹരമായി പെരുമാറുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ ബന്ധുമിത്രാദികളോട്, നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള അയൽപക്കക്കാരോട്, നിങ്ങളുടെ അന്യരായ അയൽപക്കക്കാരോട്, വഴിയിലൂടെ നടന്നു പോകുന്നവരോട്, നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമകളോട്, എല്ലാവരോടും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. പൊങ്ങച്ചക്കാരനെയും ദുർനടപ്പുകാരനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, പൊങ്ങച്ച ഉണ്ടാവുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാവുമ്പോഴാണല്ലോ, അഹം എന്നൊരു ഭാവം നമ്മിൽ വരുമ്പോഴാണല്ലോ ഒരാളോട് മിണ്ടാനോ സംസാരിക്കുവാനോ ഇടപഴകുവാനോ ചിരിക്കുവാനോ എന്നെ പിന്തിരിപ്പിക്കുന്നത് അല്ലേ? അഹം എന്നൊരു ഭാവം, ഞാനാണ്, ഞാൻ എല്ലാത്തിനും മതി എന്നൊരു ഭാവം എന്നിലുണ്ടോ, എനിക്ക് ആരോടും മിണ്ടാൻ തോന്നൂല. കാരണം എൻ്റെ മുമ്പിൽ വരുന്ന ആളുകളൊന്നും എൻ്റെ അത്രയും മികച്ചവരല്ല, എൻ്റെ അത്രയും സ്ഥാനമാനങ്ങളൊന്നും ഉള്ളവരല്ല. പിന്നെ എന്തിനു ഞാൻ മിണ്ടണം? അതാണ് അഹങ്കാരം. നിങ്ങൾ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുക. ഖുർആൻ വീണ്ടും ഓർമ്മിപ്പിക്കുക, നിങ്ങൾ സമ്പത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ അടിമകളായി തീരരുത്.
അതൊന്നും നിങ്ങളുടെ മാഹാത്മ്യങ്ങളല്ല, അതൊക്കെ തമ്പുരാൻ നൽകുന്നതാണ്. നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടാവാം, സമ്പത്ത് കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാവാം, വിദ്യാഭ്യാസം കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാവാം, സ്ഥാനമാനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാവാം, ബഹുമാനിക്കപ്പെടുന്നവരാവാം, പലരാലും നാം ബഹുമാനം ഏറ്റുവാങ്ങുന്നവരാവാം. പക്ഷേ ഇതൊക്കെ എൻ്റെ കഴിവാണോ? ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊന്നും എൻ്റെ മേന്മകളല്ല. എൻ്റെ റബ്ബ്, എൻ്റെ അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് നിമിഷങ്ങൾ പോരെ? അല്ലാഹുവിന് നിമിഷങ്ങൾ മതി. തന്ന സമ്പത്തിനെ തിരിച്ചെടുക്കാൻ നിമിഷങ്ങളുടെ സമയം മതി. അല്ലാഹു നൽകിയ സ്ഥാനമാനങ്ങളെ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ ചിന്തയായിരിക്കും, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പൊരുതി നേടിയ നേട്ടങ്ങളാണ് ഇവയെല്ലാം. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഞാൻ പൊരുതി പലതിനോടും ഞാൻ മത്സരിച്ചുകൊണ്ട് നേടിയെടുത്ത സ്ഥാനമാനങ്ങളാണ് ഇവയെല്ലാം, നേടിയെടുത്ത മാന്യതയാണ് ഇതെല്ലാം. അല്ലാഹു വിചാരിച്ചാലേ നിമിഷം മതി നമ്മുടെ ഈ പേരും പ്രശസ്തിയും ഒക്കെ ഇല്ലാതെയാവാൻ, അതെല്ലാം കളങ്കപ്പെട്ടു പോവാൻ നിമിഷങ്ങളുടെ സമയം മാത്രം മതി എന്ന് നാം ഉൾക്കൊള്ളുമ്പോൾ എന്തിനാണ് പ്രിയപ്പെട്ടവരെ അഹങ്കാരം? എന്തിനാണ് അഹം എന്ന ഭാവം? എന്തിനാണ് ഞാൻ എന്ന ഭാവം?